ഹായ് ഹലോ വെൽക്കം ടു നാടൻ ടേസ്റ്റി കുക്കിംഗ്. ഇന്ന് നമുക്ക് നല്ല രുചിയുള്ള ഒരു വറുത്തരച്ച ചിക്കൻ കറി തയ്യാറാക്കിയാലോ. ഇത് ചോറിനൊപ്പവും ചപ്പാത്തി, പത്തിരി ഇവയ്ക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇനി അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നന്നായി ക്ലീൻ ചെയ്തിട്ട് മീഡിയം പീസസ് ആക്കിയ ചിക്കൻ ഒരെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. 2 വലിയ സൈസ് സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ പച്ചമുളക് നെടുകെ കീറിയത് 2 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 വലിയ സൈസ് തക്കാളി സ്ലൈസ് ചെയ്തത്, മഞ്ഞൾപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, തേങ്ങ ചിരകിയത് 1 കപ്പ്, ചെറിയ ഉള്ളി 10 എണ്ണം, വെളുത്തുള്ളി 10 അല്ലി, കുരുമുളക് 1 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1 ടേബിൾ സ്പൂൺ, ഗ്രാമ്പു 5 എണ്ണം, കറുവപ്പട്ട ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഏലക്കായ ഒരു 4-5 എണ്ണം, മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ, മുളക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ തണുത്തതിന് ശേഷം നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് അതിലോട്ട് 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ പീസസും സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പിന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. അപ്പൊ ചിക്കനിൽ ഉപ്പ് ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ വഴറ്റിയെടുക്കാം. മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്.
ഗ്രേവിയൊക്കെ പാകത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം.